നാമജപം മനസ്സിനെ ശാന്തമാകാൻ സഹായിക്കുന്ന ഒന്നാണ്. നാമജപത്തിൽ മന്ത്രത്തിന് വലിയ പ്രാധാന്യമില്ലെന്ന് പറയാറുണ്ട്. ഇത് ശരിയല്ല. കേവലം ഏതെങ്കിലും വാക്കുകൾ അല്ല നാമജപത്തിന് ഉപയോഗിക്കേണ്ടത്, മന്ത്രം തന്നെയാണ്. മന്ത്രം പൊതുവെ അർത്ഥപ്രധാനമല്ല, ശബ്ദത്തിനാണ് പ്രാധാന്യം. തുടർച്ചയായ നാമജപം കൊണ്ട് ക്രമേണ പലവിധ ചിന്തകളിൽ അലഞ്ഞു നടക്കുന്ന മനസ്സ് ഒരേ ബിന്ദുവിൽ ഏകാഗ്രമാകുന്നു. അങ്ങനെ മനസ്സ് ശാന്തമാകുന്നു. ഇത്തരത്തിൽ മനസ്സ് ശാന്തമാകുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിവുണ്ടാകുന്നു. ഏകാഗ്രമായി നാമം ജപിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബീജാക്ഷര മന്ത്രങ്ങൾ ആണ് ജപിക്കുന്നതെങ്കിൽ അവയ്ക്കും അർത്ഥത്തിനല്ല, ശബ്ദത്തിനാണ് പ്രാധാന്യം. ബീജാക്ഷരങ്ങൾക്ക് മറ്റു മന്ത്രങ്ങൾ പോലെയല്ല, ഉഗ്ര ശബ്ദശക്തിയുണ്ട്. ഓരോ ബീജാക്ഷരത്തിനും ബോധത്തിൽ അതാത് സൂക്ഷ്മ കേന്ദ്രങ്ങൾ ഉണ്ട്. ബീജമന്ത്രത്തിന്റെ സൂക്ഷ്മ കേന്ദ്രത്തിൽ മനസ്സ് ഏകാഗ്രമാക്കി തുടർച്ചയായി ജപിക്കുമ്പോൾ ബീജമന്ത്രത്തിന്റെ ശബ്ദസ്പന്ദനങ്ങൾ ബോധത്തിന്റെ അതാത് സൂക്ഷ്മ കേന്ദ്രങ്ങളിൽ ഉത്തേജനം നൽകുന്നു. അങ്ങനെ ബോധത്തിന്റെ അദൃശ്യമായ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് കടക്കുവാനാകുന്നു. രാമനാമ ജപത്തിനുള്ള പ്രാധാന്യം. രാമമന്ത്രത്തിൽ 2 ബീജാക്ഷരമുണ്ട്, റം ബീജവും മ ബീജവും. മ ശബ്ദം ഓംകാരത്തിന്റെ 3ാം ബീജശബ്ദമാണ്. നിശബ്ദമായി മനസ്സിൽ മാത്രം ജപിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണെന്ന് പറയാറുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യ മനസ്സിൽ അനവധി ചിന്തകൾ അനുനിമിഷം ഉണ്ടാകുന്നതിനാൽ മനസ്സിൽ ജപിക്കുമ്പോൾ മന്ത്രത്തിൽ ഏകാഗ്രത നിലനിർത്താൻ സാധിച്ചുവെന്ന് വരില്ല. നാമജപം ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ മനസ്സ് ചിന്തകൾ ഒഴിഞ്ഞ് ശാന്തി അനുഭവിക്കുകയും മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ക്രമേണ ബോധത്തിന്റെ സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും.